iPhone ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ വേൾഡിന്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഐഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതേ ആപ്ലിക്കേഷൻസുകൾ തന്നെ നമുക്ക് രണ്ടെണ്ണമായി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു മൊബൈലിൽ ഒരു വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകാം. അതേ വാട്സപ്പ് തന്നെ നമുക്ക് മറ്റൊരു നമ്പർ കൊടുത്ത് എങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് രണ്ടെണ്ണം എങ്ങനെ ഉപയോഗിക്കാം, ട്വിറ്റർ രണ്ടെണ്ണം എങ്ങനെ ഉപയോഗിക്കാം. നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് രണ്ടെണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഞാൻ ഇതിനു മുമ്പ് ടൂട്ട് ഹെൽപ്പർ എന്ന് പറയുന്ന ആപ്വാലി എന്ന് പറയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ പെയ്ഡ് ആപ്ലിക്കേഷനും ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പേഡായി കിടക്കുന്ന ഒരുവിധം ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും. അത് മൂവി ബോക്സ് HD ആവാം, മിനി HD ആവാം, അതുപോലുള്ള പല സിനിമ കാണാൻ പറ്റിയ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ഈ ഒരു സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കൂടെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാതെ കമന്റ് ബോക്സിൽ ഇത് കിട്ടുന്നില്ല. ഈ ആള് വെറും ഉടായിപ്പാണെന്നുള്ള കമന്റുകളൊന്നും എഴുതിയിട്ട് കാര്യമില്ല. കാരണം വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ട്രസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോയുടെ അവസാനമാണ് കാണിക്കുന്നത്. അതുവരെ കൂട്ടുകാർ ക്ഷമയോടെ കാത്തിരുന്ന ആ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കൂടെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ എന്റെ പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മുകളിലുള്ള ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ മൂവി ബോക്സ് എന്ന് പറയുന്ന ഒരു പേഡ് ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. വീഡിയോക്ക് മുകളിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലസ് ആപ്പുകൾ ഒരുപാട്. അതിൽ വാട്സപ്പ് 1, 2, 3, 4, 5, 6 വാട്സപ്പോളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസ് ഇതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ അതേ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇത് നമുക്ക് ഒന്നിൽ കൂടുതൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ എല്ലാവിധ പേഡ് ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകളുണ്ട്. കൂട്ടുകാർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്ക് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പല കൂട്ടുകാർക്കും ഇപ്പോൾ 2 ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോപ്പ് ടു ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇപ്പോൾ അവിടെ ഇൻസ്റ്റാളിങ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ നിന്നും നമുക്കിതിൽ നിന്നും ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സപ്പ് എന്നതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഏകദേശം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ കാണിക്കുന്നതാണ്. അവിടെ ഇൻസ്റ്റാളിങ് നമ്മുടെ മൊബൈലിൽ നടക്കുന്നതാണ്. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് അടുത്ത ഒരു ആപ്ലിക്കേഷൻ കൂടി നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാം നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ നിങ്ങൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ ബ്ലൂ കളറിൽ വയലറ്റ് കളറിൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത്ര ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ആപ്ലിക്കേഷൻസും വളരെ ഈസിയായി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു ആപ്ലിക്കേഷനും കൂടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം പല കൂട്ടുകാർക്കും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പരാതിയുണ്ട്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തു. ഇനി നമുക്കൊന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് കാണാൻ സാധിക്കും 4 വാട്സപ്പ്, ഇപ്പോൾ 6 വാട്സപ്പ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഒരു ആപ്ലിക്കേഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ചില ആപ്ലിക്കേഷൻസ് ചില സമയങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. എന്നാലും നമുക്ക് ഒരുപാട് നല്ല നല്ല ആപ്ലിക്കേഷൻസ് ഇതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഒട്ടനവധി മൂവി ബോക്സ് HD പോലത്തെ പുതിയ സിനിമകൾ കാണുന്ന ആപ്ലിക്കേഷൻസാണ് ഈ മൂവി ബോക്സ് HD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോപ്കോൺ, അതൊക്കെ സിനിമകൾ കാണാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലെ സ്ക്രീൻ റെക്കോർഡറുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലീനർ ആപ്ലിക്കേഷനുകൾ. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ TV കൂടി എന്ന് പറയുന്ന TV ആപ്ലിക്കേഷൻസുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് MP3 ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസുകൾ. അങ്ങനെ ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ 4 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വീഡിയോ ഡൗൺലോഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ആപ്ലിക്കേഷൻസ് ഇവിടെ ഇൻസ്റ്റാളിങ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും. ഇനി നമുക്കൊരു അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡിങ് പൂർത്തീകരിക്കുന്നതാണ്. ഓക്കെ, നമുക്കിതിപ്പോൾ ഡൗൺലോഡിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. 4 ആപ്ലിക്കേഷൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഡൗൺലോഡിങ് കുറച്ച് സമയമെടുക്കും. ഞാൻ സമയമെടുത്തതിന് ശേഷമാണ് എനിക്കിവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാർ പറയും ഇത് ഉടായിപ്പാണെന്ന്. പക്ഷേ ഇത് ഉടായിപ്പല്ല. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണമെന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ ഈ ഒരു കാര്യം മാത്രമാണ്. കാരണം ട്രസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്.
അതിനുവേണ്ടി കൂട്ടുകാർ ആദ്യമായി നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ സെറ്റിങ്സ് ആദ്യമായി ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നിന്ന് നമ്മൾ ജനറൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ആ എഴുത്തിന് പോകുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും 5 ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ 5 ആപ്ലിക്കേഷനും കൂടി ഒറ്റ സമയത്താണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തത്. ഈ നീല ഭാഗത്ത് കൂട്ടുകാരൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് അത് കാണിക്കും, അവിടെ ട്രസ്റ്റ് കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത 4 ആപ്ലിക്കേഷൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ 4 ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തു. നേരത്തെ ക്ലിക്ക് ചെയ്ത സമയത്ത് വേറൊരു ഇൻ്റർഫേസ് ആയിരുന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് സാധാ വാട്സപ്പ് എന്നതുപോലെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 2 വാട്സപ്പായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് നേരത്തെ വേറൊരു പോപ്പപ്പ് മെസ്സേജ് ആയിരുന്നു വന്നത്. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗം വന്നു കഴിഞ്ഞു. ഇനിയൊക്കെ നമുക്ക് അടുത്തത് നമുക്ക് നമ്മൾ സ്നാപ്ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സ്നാപ്ചാറ്റും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നമ്മൾ ട്രസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞത് വീഡിയോ അവസാനം വരെ കാണണമെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മൂവി ബോക്സ് HD എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതായത് പുതിയ സിനിമകൾ നമുക്ക് കാണുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൂവി ബോക്സ് HD. പക്ഷേ അത് ആപ്പ് സ്റ്റോറിൽ ലഭ്യമല്ല. ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ മൂവീസും, ഇംഗ്ലീഷ് മൂവീസ് അടക്കം എല്ലാം നിങ്ങൾക്ക് വളരെ ഈസിയായി HD ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങളിലേക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.